പോസ്റ്റുകളാണുള്ളത്. ഒന്ന് ബാർക്കാണ്, രണ്ടാമത് നമുക്കറിയാം ISR ഉണ്ട്, പിന്നെ ഒന്നുള്ളത് DRDO. ഇങ്ങനെ 3 ഓപ്ഷൻ ആണ് നമുക്കുള്ളത്. അതിൽ ഇപ്പോൾ നമുക്ക് കോൾ ഫോർ ചെയ്തിരിക്കുന്ന ബാർക്ക് സയന്റിസ്റ്റിന്റെ പോസ്റ്റാണ്. അതിന്റെ ആദ്യത്തെ നമ്മൾ കോൾ ഫോറിന്റെ ഒരു വീഡിയോ നമ്മൾ ചെയ്തിരുന്നു. അപ്പൊ അതിന്റെ അകത്ത് വന്ന ക്വസ്റ്റ്യൻസ് ആണ് ഇപ്പൊ നമ്മൾ അടുത്ത ചെയ്യുന്നത്. സാലറി എന്താണ്, കട്ട് ഓഫ് എന്താണ്, എക്സാം പാറ്റേൺ എന്താണ്, സിലബസ് എന്താണ്, അതിനെ കുറിച്ചാണ് ഇത് ചർച്ച ചെയ്യുന്നത്. അപ്പൊ നമ്മൾ സെക്കൻഡ് പറയുകയാണെങ്കിൽ നമ്മുടെ ഹോമി ജെ ബാബയാണ് നമ്മുടെ ഫാദർ ഓഫ് ഈ ന്യൂക്ലിയർ പ്രോഗ്രാം നമുക്കറിയാം. അപ്പോൾ ആ മനുഷ്യന്റെ പേരിൽ തന്നെയാണ് നമ്മുടെ ഈ പറഞ്ഞ ബാബ ആറ്റോമിക് റിസർച്ച് സെന്റർ ബാർക്കിന്റെ ഇതുണ്ടായിരിക്കുന്നത്, ശരിയല്ലേ? അപ്പൊ നമുക്ക് ഈ പറഞ്ഞു വന്ന ഇതിലെ മെയിനായിട്ട് 2 പ്രോഗ്രാംസ് ആണ്. കഴിഞ്ഞ ദിവസം നമ്മൾ ആപ്ലിക്കേഷൻ ഫോമിന്റെ അകത്ത് ഇത് പറഞ്ഞിരുന്നു. പക്ഷെ എങ്കിലും ഇതിനകത്ത് സംശയങ്ങൾ വന്നുകൊണ്ടാണ്. മെയിനായിട്ട് വന്ന സംശയം എന്താണെന്ന് ചോദിച്ചാല്, ആരാണ് ഈ പറഞ്ഞ OCSഉം DGFSഉം എടുക്കേണ്ടത്? അതിൽ OCS എടുക്കുന്ന ആക്ച്വലി ആർക്കാന്ന് ചോദിച്ചാൽ പ്യുവർലി ട്രെയിനിങ് ആണ് അവർക്ക്, 1 ഇയർ. അത് ആരാ കൊടുക്കുന്നതെന്ന് ചോദിച്ചാല് ബാബ ആറ്റോമിക് റിസർച്ചിന്റെ തന്നെ ഈ പറഞ്ഞു വന്ന ടീച്ചിങ് സ്ഥലങ്ങളുണ്ടാവും, അവിടെയാണ് അത് കൊടുക്കുന്നത്. അത് ശരിക്കും പറഞ്ഞാൽ ഉണ്ടാകുന്ന അവർ പറഞ്ഞിട്ടുണ്ട്, മുംബൈ, കൽപ്പാക്കം, ഇൻഡോർ, ഹൈദരാബാദ് 1 ഇയർ പ്രോഗ്രാം. അപ്പൊ ഈ പറഞ്ഞു വന്ന ഈ ട്രെയിനിങ് സ്കൂളിലാണ്. അത് പ്രത്യേകിച്ച് അവരുടെ റാങ്കിനനുസരിച്ചായിരിക്കും അവിടെ കിട്ടുമെന്നുള്ളത്. മുംബൈ ഒക്കെ ആയിരിക്കും ആദ്യം കൂടുതലും എടുക്കുന്നത്, അതിനുശേഷമാണ് ഹൈദരാബാദ് വരെ വരുന്നത്. അപ്പൊ DI പ്രോഗ്രാം ആർക്ക് വേണ്ടിയാണെന്ന് ചോദിച്ചാൽ കൂടുതലും റിസർച്ച് ഓറിയന്റഡ് ആയിട്ട് പോകാൻ താല്പര്യപ്പെടുന്നത്. അപ്പം ചോദിക്കും മറ്റവർക്ക് റിസർച്ചിൽ ഉണ്ട്, പക്ഷെ എങ്കിലും ഇവർക്ക് ഇതിൻ്റെ കൂടെ ഒരു MTech പ്രോഗ്രാം എവിടെ എടുക്കാം? ഈ പറഞ്ഞ ഏതെങ്കിലും ഇൻസ്റ്റിറ്റ്യൂഷൻ, IIT-ലോ IIC ബാംഗ്ലൂരിലോ അല്ലെങ്കിൽ NIT, നല്ല NIT-കളിൽ പോയാണെങ്കിൽ ഇവർക്ക് എടുക്കാം. അപ്പൊ ഇവർക്കുണ്ടാകുന്ന ഒരു ഗുണം എന്താണെന്ന് ചോദിച്ചാൽ ആഫ്റ്റർ ദേഹാവ് ഒരു പോസ്റ്റ് ഗ്രാജുവേഷൻ ഡിഗ്രിയോട് അവർക്ക് കിട്ടുന്നുണ്ട്. ഇതിനു വേണ്ടി അവർ പ്രത്യേക 74,000 രൂപകൾ കൊടുക്കുന്നുണ്ട് മാസം. അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ചെയ്യുന്നുണ്ട്. ഇവർക്ക് പക്ഷെ ഗുണം എന്താ ചോദിച്ചാൽ ആദ്യം തന്നെ ജോലിയിലേക്ക് കയറാം. 1 ഇയർ കഴിയുമ്പം 1 ഇയർ കഴിയുമ്പോൾ തന്നെ ജോലിയിലേക്ക് കയറാം. എന്നാൽ ഇവർ കയറാൻ പോകുന്നത് 2 ഇയറിന് ശേഷം. അത് നമുക്ക് ഒബ്വിയസ്ലി അറിയാം നമ്മുടെ കഴിയുമ്പോഴാണ്. ഇവിടുത്തെ പ്രത്യേകത എന്താ ചോദിച്ചാൽ ഇനിയും ഇതിന്റെ അകത്ത് 2 പേരിലും പൈസയാണ് പെട്ടെന്ന് നമ്മൾ നോക്കുന്നത്, അല്ലെങ്കിൽ നമുക്ക് പെട്ടെന്ന് ഇതിന് പൈസ കിട്ടാനാണ് നോക്കുന്നതെങ്കിൽ ഫസ്റ്റ് ഇയറിൽ ഈ OCSS ആയിരിക്കും, അതായിരിക്കും കുറച്ചുകൂടെ ബെറ്റർ. എന്നാൽ കുറച്ചുകൂടെ എക്സ്പോസർ ഉണ്ടായി നമ്മൾ ഈ പറഞ്ഞു വന്ന MTech എല്ലാം കഴിഞ്ഞിട്ട് വന്നാണ് ഈ ജോലിക്ക് കയറാൻ താല്പര്യപ്പെടുന്നെങ്കിൽ ഇതായിരിക്കും കുറച്ചുകൂടെ ബെറ്റർ. കാരണം കൂടുതലും ഈ പറയുന്ന DI-ക്കാർക്ക് അല്ലെങ്കിൽ DGFS-കാർക്കാണ് പ്രൊമോഷൻസ് കൂടുതൽ ചാൻസ് എന്ന് പറയുന്നത്. പക്ഷെ എന്തായാലും ഒരു കാര്യം ഉറപ്പാണ്, രണ്ടിടത്തും ഇവർ പറയുന്ന ഒരു പെർഫോമൻസ് ബേസ്ഡിലാണ്. ഈ പറയുന്ന ഒരു ഗവൺമെന്റ് ജോബിയാണ്, നമ്മൾ ഈ പറയുന്ന പോലെ വെറുതെ പോയിരിക്കുന്ന ഒരു പരിപാടിയല്ല. ഇവിടെ എല്ലാം പെർഫോമൻസ് ബേസ്ഡാണ് ഈ പറഞ്ഞ ഇൻക്രിമെന്റ് കാര്യങ്ങളെല്ലാം ഉണ്ടാകും. ഓക്കെ, അപ്പൊ ഇനി നമ്മൾ പറഞ്ഞുകൊണ്ട് എന്താ ചോദിച്ചാൽ ഇതിന്റെ മെത്തേഡ് ഓഫ് സെലക്ഷൻസ് ഇതിനകത്ത് ഒന്ന് ഗേറ്റ് വഴി എടുക്കുന്നുണ്ട്. അപ്പൊ അതിന്റെ ഒരു 840 വരെയൊക്കെ സ്കോർ പോകേണ്ടതുണ്ട്. ആ റേഞ്ച് ഒക്കെയാണ് വരുന്നത് എന്ന് പറഞ്ഞാൽ വളരെ വളരെ ഹൈ ആണ് ഇതിന് എന്ത് കിട്ടാൻ, ഗേറ്റ് വഴി കിട്ടാൻ. പക്ഷെ എന്നാൽ ഇവരുടെ CBT ഉണ്ട്, ഇവരുടെ തന്നെ എക്സാം ഉണ്ട്. അതാണ് ഈ പറഞ്ഞ DGFS-ഉം ഈ പറഞ്ഞു വന്ന് നമ്മൾ മുമ്പ് പറഞ്ഞ OCS-ഉം. ഈ പറഞ്ഞു വന്ന ഇതിന്റെ സെലക്ഷനിൽ കട്ട് ഓഫ് മാർക്ക് വളരെ വളരെ കുറവാണ്. ഇനി നമ്മൾ ഇതിന്റെ ബാക്കിയുള്ള ഇന്റർവ്യൂ ഉണ്ട്. ബാർക്കിന്റെ ഇന്റർവ്യൂവിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇന്ത്യയിലെ ടഫസ്റ്റ് ഈ പറഞ്ഞ ഇന്റർവ്യൂകളൊന്നാണ് ബാർക്കിൻ ഇന്റർവ്യൂ. അതിന്റെ കാരണം എന്താണെന്ന് ചോദിച്ചാൽ അവർ പറയുന്നത് ടെക്നിക്കലി ദേ ആർ ആസ്കിങ് ലോട്ട്സ് ഓഫ് ക്വസ്റ്റ്യൻസ്. അവര് നമ്മുടെ ഈ പറഞ്ഞു വന്ന ഏകദേശം സിലബസ് ഗേറ്റിന്റെ സിലബസ് ആണെങ്കിൽ കൂടിയും പ്യൂർ ടെക്നിക്കൽ ഫീൽഡിലും ഈ പറഞ്ഞ റിസർച്ച് ഇതിലോട്ട് പോകുന്നുണ്ട്. അതിന്റെ ക്വസ്റ്റ്യൻസ് കുറച്ചിലോട്ട് അഫക്ട്. ഇതേപോലെ നമുക്ക് എലിജിബിലിറ്റി പറയാം, മെക്കാനിക്കലുണ്ട്, കെമിക്കലുണ്ട്, മെറ്റലർജി ഉണ്ട്, ഇലക്ട്രിക്കൽ ഉണ്ട്. നമ്മുടെ ഈ പറഞ്ഞു വന്ന വേറെയും ഇലക്ട്രോണിക്സ്, കമ്പ്യൂട്ടർ സയൻസ്, ഇൻസ്ട്രുമെന്റേഷൻ, സിവിൽ. അപ്പൊ നമ്മുടെ ഓൾമോസ്റ്റ് എല്ലാ ഡിപ്പാർട്ട്മെന്റും വരുന്നുണ്ട്. അതേപോലെ നമ്മൾ പറയുന്നത് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ്. ഇവിടെ മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻ തന്നെയാണ് ഉണ്ടാകുന്നത്. 100 ക്വസ്റ്റ്യൻസ് ഉണ്ട്. മറ്റേ കമ്പയർ ടു ഗേറ്റ് എന്ന് പറഞ്ഞ 65 ഉള്ളൂ. ഇവിടെ നമുക്ക് 100 ക്വസ്റ്റ്യൻ ഉണ്ട്. ഇവിടെ 3 അവറാണ് ഗേറ്റിനെങ്കിൽ ഇവിടെ 2 അവർ 120 മിനിറ്റ്സ് 3 മാർക്ക് തന്നെയാണ്. 1 മാർക്ക് നെഗറ്റീവ് മാർക്ക് ഉണ്ട്. അപ്പൊ 300-ലാണ്. പക്ഷെ ആഫ്റ്റർ ഓൾ ഒരു കാരണം പറയട്ടെ, ഈ പരീക്ഷയുടെ എക്സാമും ടഫ്. അതുകൊണ്ട് തന്നെ ഈ 2 മണിക്കൂർ കൊണ്ട് ഗേറ്റ് ലെവലിലുള്ള പരീക്ഷ വരുന്നതുകൊണ്ട് തന്നെ ഏകദേശം പറയാമല്ലോ ഒരു 100 മാർക്കിനൊക്കെ അടുത്തുണ്ടെങ്കിൽ 300 ഒരു 100 മാർക്കിനകത്തൊക്കെ ഉണ്ടായി തന്നെ നമുക്ക് സെലക്ഷൻ ആവാൻ ചാൻസ് വളരെ കൂടുതലാണ്.
ഓക്കെ അല്ലേ? അപ്പൊ ഒരു കാര്യം ഓർക്കുക, ഈ പരീക്ഷയ്ക്ക് പോയി ഫുൾ മാർക്ക് അടിക്കാമെന്നൊന്നും ഒരിക്കലും ചിന്തിക്കാൻ വേണ്ട. ഇതിന് ടഫ് പരീക്ഷ ഉണ്ടാകും ഗേറ്റിന്റെ അതേ ലെവലിൽ തന്നെ. പിന്നെ ബാക്കിന്റെ സിലബസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നമുക്ക് എന്താ പറയാ, മോർ ഓർ ലെസ് സിമിലർ ടു ഗേറ്റ് സിലബസ് തന്നെ, അല്ലെങ്കിൽ ഗേറ്റ് എക്സാമിനേഷൻ തന്നെയാണ്. ഇനി നമ്മൾ കട്ട് ഓഫ് മാർക്കിനെ കുറിച്ച് പറയുകയാണെങ്കിൽ കാണുന്നുണ്ട് 104 മാർക്ക് കാണുന്നുണ്ട്, 157 കെമിക്കലിനെ കാണുന്നുണ്ട്. ബാക്കി നമ്മുടെ ഡിസിപ്ലിൻ എല്ലാം എടുത്ത് നോക്കിയാൽ കാണാം അറൗണ്ട് 100ന്റെ അടുത്ത് തന്നെയാണ് പറയുന്നത്. നമുക്കപ്പോൾ ഒരു 100 മാർക്ക് 300 കിട്ടുക എന്നുള്ളതാണ് ഇതിന്റെ അകത്തെ കടമ്പ. ഓവറോൾ നമ്മൾ ഇനി പറയുന്ന ഗ്രേഡ് ആൻഡ് പേ സ്കെയിൽ പറയുകയാണെങ്കിൽ 56,000 രൂപയാണ് ബേസിക് പേ പറയുന്നത്. 7th സെൻട്രൽ പേ കമ്മീഷണർ ബയോമെട്രിക്സിലാണ് വരുന്നത്. ഒരു 1,34,000 രൂപ അലവൻസ് എല്ലാം ചേർത്ത് ആദ്യം തന്നെ എന്തുണ്ട് ഈ പറയുന്ന സാലറിയുണ്ട്. പിന്നെ ഇതിന്റെ അകത്ത് പറയുകയാണെങ്കിൽ മെയിൻ ആയിട്ട് പറയാനുള്ളത് എന്താ ചോദിച്ചാല്, ഈ പരീക്ഷ ആസ് കമ്പയർ ടു ഗേറ്റ് എക്സാമിനേഷൻ വളരെ വളരെ എളുപ്പമാണ്. ഇതെന്തെങ്കിലും പറയാൻ കാരണം ചോദിച്ചാല്, നമ്മുടെ ഗേറ്റ് വഴിയായിട്ട് എഴുതുന്ന സമയത്ത് വളരെ വളരെ കോമ്പറ്റീഷൻ ഹൈ ആണ്. അതുമല്ല അതിന്റെ ഈ ഗേറ്റ് വഴിയായിട്ട് എടുക്കുന്നതിന്റെ അവരുടെ ഗേറ്റ് സ്കോർ അവർ എക്സ്പെക്ട് ചെയ്യുന്നത് അറൗണ്ട് 850 to 900 ഒക്കെയാണ്. അത് വളരെ വളരെ ഹൈ ആണ്. അതിനുശേഷം ഈ ഇന്റർവ്യൂ വരുന്നുണ്ട്. പക്ഷെ എന്നാൽ ആസ് കമ്പയർ ടു ഈ പറയുന്ന ഗേറ്റ് വെച്ച് നോക്കുമ്പോൾ ഈ പറയുന്ന പരീക്ഷയ്ക്ക് വേണ്ടി അപ്ലൈ ചെയ്ത ആൾക്കാരുടെ എണ്ണം കുറവാണ്. അതുകൊണ്ട് തന്നെ ഗുഡ് ചാൻസ് ഫോർ us. അപ്പം ഈ പറഞ്ഞു വന്ന സയന്റിഫിക് പോസ്റ്റിലേക്കുള്ള എക്സാമിനേഷന് എല്ലാവർക്കും നല്ലൊരു സ്കോർ ചെയ്യാൻ പറ്റട്ടെ. ടേക്ക് കെയർ, ബൈ, താങ്ക് യു.